ക്രിസ്തുവിന് മുമ്പ് 31 വർഷം സെപ്റ്റംബർ 2 തീയതി ഗ്രീസിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള നീലക്കടൽ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സമുദ്രയുദ്ധത്തിന് സാക്ഷിയേകാൻ തയ്യാറായി നിന്നു. വർഷങ്ങളായി ആഭ്യന്തര യുദ്ധത്തിൽ ചിതറിക്കിടന്ന റോമൻ ലോകത്തിന്റെ ഭാവി ആ ദിവസം തീരുമാനിക്കപ്പെടുകയായിരുന്നു. ഒരു വശത്ത് ജൂലിയസ് സീസറിന്റെ ദത്തുപുത്രനായ ഒക്ടോവിയൻ, അവന്റെ പ്രതിപാദനനായ നാവികസേനയുടെ തലവൻ മാർക്കസ് അഗ്രിപ്പയുടെ നേതൃത്വത്തിൽ വേഗതയും കരുത്തും നിറഞ്ഞ യുദ്ധക്കപ്പലുകളുമായി. മറുവശത്ത് ഒരിക്കൽ സീസറിന്റെ വിശ്വസ്തനായിരുന്ന മാർക്ക് ആന്റണി, അവനോടൊപ്പം ഈജിപ്തിന്റെ ശക്തിയായ രാജ്ഞി ക്ലിയോപാട്രയും, ഒപ്പം വലിയ കപ്പൽ പടയും. റോമിന്റെ ഭാവി തന്നെ ഇവിടെ തീരുമാനിക്കപ്പെടുകയായിരുന്നു. കസിയസ് ഡിയോ, പ്ലൂട്ടാർക്ക് തുടങ്ങിയ ചരിത്രകാരന്മാർ എഴുതുന്നത് അനുസരിച്ച് ആദ്യം ആന്റണിക്ക് ഏകദേശം 500 കപ്പലുകൾ ഉണ്ടായിരുന്നെങ്കിലും രോഗവും മറ്റ് ബുദ്ധിമുട്ടുകളും കാരണം യഥാർത്ഥ യുദ്ധ ദിവസം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞത് 230ഓളം കപ്പലുകളായിരുന്നു. ക്ലിയോപാട്രയുടെ സ്ക്വാഡ്രൺ കപ്പൽ നിക്ഷേപങ്ങളും ധനവും നിറച്ചുകൊണ്ട് പിൻനിരയിൽ നിന്നു. ഒക്ടോവിയന് 400ഓളം ചെറിയ വേഗതയേറിയ നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച കപ്പലുകളുണ്ടായിരുന്നു. അംബ്രേഷ്യൻ ഉൾക്കടലിന്റെ വാതിൽപ്പടിയിൽ ഇരുവിഭാഗവും നേർക്കുനേർ വന്നു. ആന്റണിയുടെ വൻ കപ്പലുകൾ വലിയ കോട്ടകൾ പോലെ കാണപ്പെട്ടു. പക്ഷേ അഗ്രിപ്പയുടെ ചെറിയ കപ്പലുകൾക്ക് വേഗത്തിൽ ഇടിച്ചു കയറി പിന്നോട്ട് മാറി വീണ്ടും ആക്രമിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങുമ്പോൾ കപ്പലുകളുടെ വെടിവെപ്പുകൾ കടലിനെ നടുങ്ങിച്ചു. അമ്പുകളും കല്ലുകളും തീ കൊളുത്തിയ ആയുധങ്ങളും പറന്നു. തുടക്കത്തിൽ ആന്റണി ശക്തമായി നിന്നെങ്കിലും അഗ്രിപ്പയുടെ കപ്പലുകൾ ആന്റണിയുടെ കപ്പലുകളെ വളഞ്ഞു പിടിക്കുകയും അവരുടെ വരികൾ തകർക്കുകയും ചെയ്തു. ആ വേളയിലാണ് ചരിത്രത്തെ കാലാകാലങ്ങൾ ചിന്തിപ്പിച്ച വഴിത്തിരിവ് സംഭവിച്ചത്. ക്ലിയോപാട്രയുടെ സ്ക്വാഡ്രൺ അപ്രതീക്ഷിതമായി നടുവിലൂടെ കടന്നിറങ്ങി കടലിൻ്റെ വിശാലതയിലേക്ക് പുറപ്പെട്ടു. ചിലർ പറഞ്ഞതുപോലെ അത് ചതിയായിരുന്നു, അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ചൊരു രക്ഷാപ്രവർത്തനമോ. പ്ലൂട്ടാർക്കും ഡിയോയും പറയുന്നതനുസരിച്ച് ക്ലിയോപാട്ര മടങ്ങുന്നത് കണ്ട ആന്റണി യുദ്ധരേഖ വിട്ട് അവളെ പിന്തുടർന്നു. പക്ഷേ ആന്റണിയുടെ സൈനികർക്കിത് യുദ്ധത്തിൻ്റെ മധ്യത്തിൽ അവരെ ഉപേക്ഷിച്ചു പോയ പോലെ തോന്നി. നേതാക്കൾ പോയതോടെ ശേഷിച്ച സൈനികർ ധൈര്യം നഷ്ടപ്പെട്ടു. കപ്പലുകൾ കീഴടങ്ങി, ചിലത് മുങ്ങിപ്പോയി. കുറച്ച് മണിക്കൂറിനുള്ളിൽ ഒക്ടോവിയൻ പൂർണ്ണ വിജയം നേടി. അങ്ങനെ മഹത്തായിരുന്ന മാർക്ക് ആന്റണിയുടെയും ക്ലിയോപാട്രയുടെയും റോമൻ സാമ്രാജ്യ സ്വപ്നം കടലിൽ മുങ്ങി. അതിനുശേഷം സംഭവിച്ചത് ദാരുണമായിരുന്നു. ആന്റണിയും ക്ലിയോപാട്രയും അലക്സാണ്ട്രിയയിലേക്ക് പിന്തിരിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒക്ടോവിയൻ ഈജിപ്തിലെത്തി. തോൽവി ഉറപ്പായപ്പോൾ ആന്റണി സ്വയം വാൾ കൊണ്ട് കുത്തി ജീവൻ അവസാനിപ്പിച്ചുവെന്നും ക്ലിയോപാട്രയും പാമ്പിൻ്റെ കടിയാൽ മരണത്തെ സ്വീകരിച്ചുവെന്നും കഥകൾ പറയുന്നു. അങ്ങനെ ഈജിപ്തിലെ ടോളമി വംശവും അവസാനിച്ചു. ഒക്ടോവിയൻ്റെ ആധിപത്യത്തിന് ഇനി തടസ്സമൊന്നുമില്ലാതെയായി. ആക്ടിയം പോരാട്ടം വെറും ഒരു സമുദ്ര യുദ്ധമല്ലായിരുന്നു. അത് റോമൻ റിപ്പബ്ലിക്കിൻ്റെ അവസാനവും സാമ്രാജ്യത്തിൻ്റെ തുടക്കവുമായിരുന്നു. ഒക്ടോവിയൻ പിന്നീട് ഓഗസ്റ്റസ് എന്ന ബഹുമതി നേടി ആദ്യ ചക്രവർത്തിയായി. അവൻ്റെ ഭരണകാലം റോമൻ കാലത്തിന് സമാധാനകാലമായ പാക്സ് റൊമാന സമ്മാനിച്ചു. പുരാതന കവികളായ വിർജിലും ഹൊറൈസും ആക്ടിയത്തെ റോമിൻ്റെ വിധിയുടെ വിജയമായി പാടിയിരുന്നു. ആ സമയത്ത് നിക്കോപോളിസിൽ ഓഗസ്റ്റസ് പണിത മഹാസ്മാരകം ഇന്നും നിലകൊള്ളുന്നു. ആന്റണിയുടെ കപ്പലുകളിൽ നിന്ന് പിടിച്ചെടുത്ത വെങ്കല റാമുകൾ ദേവന്മാർക്കുള്ള സമർപ്പണങ്ങളായി അവിടെ പതിച്ചിട്ടുണ്ട്. ആക്ടിയത്തിൻ്റെ കഥ ധൈര്യത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും കഥ മാത്രമല്ല, മനുഷ്യരുടെ വിശ്വസ്തത, ആഗ്രഹം, ദൗർബല്യം എന്നിവയുടെ കഥയുമാണ്. ചിലരുടെ തീരുമാനങ്ങൾ ചരിത്രത്തിൻ്റെ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്നുവെന്നൊരു ഓർമ്മപ്പെടുത്തലുമാണ് അത്. ആക്ടിയത്തിൻ്റെ തിരകളിൽ നിന്ന് ഉയർന്നു വന്നതാണ് റോമൻ സാമ്രാജ്യം. നൂറ്റാണ്ടുകളോളം ലോകത്തിൻ്റെ ഭാവി നിർണയിച്ച ആ സാമ്രാജ്യം.